നമസ്കാരം, ഗുരുൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വീഡിയോകളിൽ എങ്ങനെ എളുപ്പത്തിൽ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് കത്തിക്കാം. പാൻ ചൂടായ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മുടെ സോസ് പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. നമ്മൾ സൂപ്പ് കുക്ക് ചെയ്യുന്നത് ബട്ടറിനകത്താണ്. ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ലീക്സ് ആണ് കട്ടി വെച്ചിരിക്കുന്നത്. ലീക്സ്, അതുപോലെ തന്നെ സെലറി, ക്യാരറ്റ്, കുറച്ച് ഒനിയൻ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെജിറ്റബിളിനെ കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ലെഗ് പീസോ ബ്രസ്റ്റ് പീസോ നിങ്ങൾക്ക് ഏത് പീസും ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുന്നവരെ, ഇതിൻ്റെ സ്റ്റോക്ക് ഇറങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സൂപ്പിന് ആവശ്യമായ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ ആ ചിക്കൻ്റെ സ്റ്റോക്ക് എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വെന്ത ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ സൂപ്പ് ടൈറ്റ് ആക്കാനായിട്ട് കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നിങ്ങൾക്ക് എത്ര ടൈറ്റ് വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സൂപ്പ് ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം പാൽ ആഡ് ചെയ്യാം. നമ്മുടെ സൂപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മിൽക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഇതിനകത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സാൾട്ടിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. ഒരുപാട് ഷുഗർ ആഡ് ചെയ്യരുത്. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ക്രീം ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കേണ്ട. 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം തിളപ്പിച്ചാൽ മതി. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി സ്ട്രെയിൻ ചെയ്ത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഒരു നുള്ള് ഡ്രൈ തൈമാണ് ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ബോയിൽ വെച്ച ചിക്കൻ ചോപ്പ് ചെയ്ത് നമുക്ക് സൂപ്പ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. സൂപ്പ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗാർലിക്കിൻ്റെയും സെലറിയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ എപ്പിസോഡിൽ പുതിയ ഐറ്റവുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഷെഫ് അലക്സ്.